അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ഈക്വലൻസ് ക്ലാസ് എന്താണെന്നാണ്. നമ്മൾ ഈക്വലൻസ് റിലേഷൻ എന്താണെന്ന് വരെ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്തത് ഈക്വലൻസ് ക്ലാസ് എന്താണെന്ന്. ഇവിടെ ഞാനൊരു സെറ്റ് എഴുതിയിട്ടുണ്ട്. ക്യാപിറ്റൽ എ = സെറ്റ് 1 2 3 4. എയിൽ നിന്നും എയിലേക്ക് ഒരു റിലേഷനും ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. R സെറ്റ് ഓർഡേർഡ് പെയർ 1 1 2 2 3 3 4 4 1 3 3 1. നമുക്ക് ഈക്വലൻസ് ക്ലാസ് പറയണമെങ്കിൽ ഈ റിലേഷൻ, അതായത് തന്നിരിക്കുന്ന സെറ്റിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന റിലേഷൻ ഒരു ഈക്വലൻസ് റിലേഷൻ ആയിരിക്കണം. ഈക്വലൻസ് റിലേഷൻ ആണെങ്കിൽ അവിടെ ഈക്വലൻസ് ക്ലാസ് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ തന്നിരിക്കുന്ന റിലേഷൻ ഈക്വലൻസ് റിലേഷൻ ആണോ എന്ന് ആദ്യം ചെക്ക് ചെയ്യും. ഈക്വലൻസ് റിലേഷൻ ആകണമെങ്കിൽ അതെന്തൊക്കെ ആയിരിക്കണം? റിഫ്ലെക്സീവ് ആയിരിക്കണം, സിമ്മട്രിക് ആയിരിക്കണം, ട്രാൻസിറ്റീവും ആയിരിക്കണം. റിഫ്ലെക്സീവ് ആണോ എങ്ങനെയാണ് നോക്കുന്നത്? ഓരോ എലമെന്റും എടുത്ത് നോക്കിയാൽ അത് അതിനോട് തന്നെ റിലേറ്റഡ് ആയിരിക്കും. അപ്പോൾ 1 നോക്കിയാൽ 1 1നോട് റിലേറ്റഡ് ആണ്, 2 എടുത്താൽ 2 2നോട് റിലേറ്റഡ് ആണ്, 3 എടുത്താൽ 3 3നോട് റിലേറ്റഡ് ആണ്, 4 എടുത്താൽ 4 4നോട് റിലേറ്റഡ് ആണ്. അതായത് ഓർഡേർഡ് പെയർ 1 1 ഉണ്ട്, 2 2 ഉണ്ട്, 3 3 ഉണ്ട്, 4 4 ഉണ്ട്. ഇത് ഇത്രയും ഈ റിലേഷനിലുണ്ട്. അതുകൊണ്ട് റിലേഷൻ എന്താണ്? റിഫ്ലെക്സീവ് ആണ്. അടുത്ത സിമെട്രിക് ആണോ എന്ന് നോക്കാൻ ഡിഫറെന്റ് എലമെന്റ്സ് ഉള്ള ഓർഡേർഡ് പെയർ എടുക്കണം. ഇതിനകത്ത് ഡിഫറെന്റ് എലമെന്റ്സ് ഉള്ള ഓർഡേർഡ് പെയർ 1 3 ഉണ്ട്. 1 3 ഉണ്ടെങ്കിൽ സിമെട്രിക് ആണെങ്കിൽ എന്ത് വരണം? അത് തിരിച്ചുള്ള ഓർഡേർഡ് പെയർ 3 1 ഉണ്ടാവണം. അപ്പോൾ 1 3 ഉണ്ട്, 3 1 ഉണ്ട്. വേറെ അത് പറയാൻ ഡിഫറെന്റ് ആയിട്ടുള്ള എലമെന്റ്സ് ഉള്ള ഓർഡേർഡ് പെയർ വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് 1 3 3 1 ഉപയോഗിച്ച് നമ്മൾ പറഞ്ഞു. അപ്പോൾ അത് സിമെട്രിക് ആണ്. അടുത്ത ട്രാൻസിറ്റീവ് പറയാനും ഡിഫറെന്റ് എലമെന്റ്സ് ഉള്ള ഓർഡേർഡ് പെയർ ഉണ്ടോ എന്ന് ആദ്യം നോക്കുന്നത്. 1 3 ഉണ്ട്, ഇതിന്റെ സെക്കൻഡ് എലമെന്റിൽ സ്റ്റാർട്ട് ചെയ്യുന്ന 3 1 ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് എലമെന്റും തേർഡ് എലമെന്റും കൂടെ ഉള്ള 1 1 ഉണ്ടാവും. 1 1 റിലേഷനുണ്ട്. അപ്പോൾ 1 3 വെച്ച് നോക്കി അത് ട്രാൻസിറ്റീവ് ആണ്. അടുത്ത 3 1 ഡിഫറെന്റ് എലമെന്റ്സ് ആണ്. 3 1 ഉണ്ട്. അപ്പോൾ ഇതിന്റെ സെക്കൻഡ് എലമെന്റ് ആയ 1ൽ സ്റ്റാർട്ട് ചെയ്യുന്ന 1 3 ഉണ്ട്. ആണെങ്കിൽ ആരുണ്ടാവണം? 3 1 ഉണ്ട്, ഇതിന്റെ സെക്കൻഡ് എലമെന്റ് ആയ 1ൽ സ്റ്റാർട്ട് ചെയ്യുന്ന 1 3 ഉണ്ട്. 3 1ഉം 1 3ഉം ഉണ്ടെങ്കിൽ ആരുണ്ടാവണം? ഫസ്റ്റ് എലമെന്റും തേർഡ് എലമെന്റും കൂടെ ഉള്ള 1 3 3 ഉണ്ടാവണം. 3 3 ഉണ്ട്. അതുകൊണ്ട് ഈ റിലേഷൻ എന്താണ്? ട്രാൻസിറ്റീവുമാണ്. അപ്പോൾ നമ്മുടെ റിലേഷൻ റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ്. ഇത് മൂന്നും സാറ്റിസ്ഫൈ ചെയ്യുന്നത് കൊണ്ട് എന്ത് റിലേഷൻ ആണിത്? ഈക്വലൻസ് റിലേഷൻ ആണ്. ഈക്വലൻസ് റിലേഷൻ ആണെങ്കിൽ നമുക്ക് ഈക്വലൻസ് ക്ലാസ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യാം. ഈക്വലൻസ് ക്ലാസ് പറയാൻ ആദ്യം നമ്മൾ ഓരോ എലമെന്റും ഏതൊക്കെ എലമെന്റുകളോടാണ് റിലേറ്റഡ് ആയിട്ടുള്ളത് എന്ന് നോക്കണം. നമുക്ക് 1 എടുക്കാം. ആദ്യം 1 ആരോടൊക്കെ റിലേറ്റഡ് ആണ്? 1 1നോട് റിലേറ്റഡ് ആണ്, പിന്നെ 1 3നോട് റിലേറ്റഡ് ആണ്. നമുക്ക് എഴുതാം 1 1നോട് റിലേറ്റഡ് ആണ്, 3നോട് റിലേറ്റഡ് ആണ്. അടുത്ത എലമെന്റ് 2 എടുത്തു. 2 ആരോടൊക്കെ റിലേറ്റഡ് ആണ്? 2 ഇവിടെ 2നോട് റിലേറ്റഡ് ആണ്, വേറെ ആരുമില്ല. അപ്പോൾ 2 2നോട് റിലേറ്റഡ് ആണ്. ഇനി 3 എന്ന് പറയുന്ന എലമെന്റ് എടുത്തു. 3 ആരോടൊക്കെ റിലേറ്റഡ് ആണ്? 3 3നോട് റിലേറ്റഡ് ആണ്, 3 1നോട് റിലേറ്റഡ് ആണ്. അടുത്ത എലമെന്റ് 4 എടുത്തു. 4 4നോട് റിലേറ്റഡ് ആണ്. അപ്പം ഇങ്ങനെ ഓരോ എലമെന്റും ഈ സെറ്റിലെ 4 എലമെന്റ്സും ഏതൊക്കെ എലമെന്റ്സിനോട് റിലേറ്റഡ് ആണെന്ന് നമ്മൾ എഴുതി. ഈ റിലേറ്റഡ് ആയിട്ട് വന്ന എലമെന്റ്സിനെ നമ്മൾ ഒരു സെറ്റായിട്ട് എഴുതുമ്പോഴാണ് നമുക്ക് ഈക്വലൻസ് ക്ലാസ് കിട്ടുന്നത്. 1 റിലേറ്റഡ് ആയിട്ട് ഉള്ള ഏതൊക്കെ എലമെന്റ്സ് ആണോ ആ സെറ്റിനെ 1ന്റെ ഈക്വലൻസ് ക്ലാസ് എന്ന് വിളിക്കും. 2 റിലേറ്റഡ് ആയിട്ടുള്ള എലമെന്റ്സ് വരുന്ന സെറ്റിനെ 2ന്റെ ഈക്വലൻസ് ക്ലാസ് എന്ന് വിളിക്കും. 3 റിലേറ്റഡ് ആയിട്ടുള്ള എലമെന്റ്സ് വരുന്ന സെറ്റിനെ 3യുടെ ഈക്വലൻസ് ക്ലാസ് എന്നും 4 റിലേറ്റഡ് ആയിട്ട് വരുന്ന എലമെന്റ്സിന്റെ സെറ്റിനെ 4ന്റെ ഈക്വലൻസ് ക്ലാസ് എന്നും വിളിക്കും. ഈ ഈക്വലൻസ് ക്ലാസിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ആ എലമെന്റ് എഴുതിയിട്ടാണ്. ഇത് വായിക്കുന്നത് ഈക്വലൻസ് ക്ലാസ് ഓഫ് 1 എന്നാണ്. ഈക്വലൻസ് ക്ലാസ് ഓഫ് 1 ആരൊക്കെയാണ്? 1ഉം 3ഉം നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. അടുത്ത ഈക്വലൻസ് ക്ലാസ് 2 എങ്ങനെയാണ്? 2 ആരോട് റിലേറ്റഡ് ആണോ ആ എലമെന്റിനെ സെറ്റ് ആക്കി എഴുതിയാൽ മതി. അപ്പോൾ ഈക്വലൻസ് ക്ലാസ് ഓഫ് 2 = സെറ്റ് 2. അടുത്തത് ഈക്വലൻസ് ക്ലാസ് ഓഫ് 3 = സെറ്റ് 3 ആരോടൊക്കെ റിലേറ്റഡ് ആണ്? 1നോടും 3നോടും. ലാസ്റ്റ് ഈക്വലൻസ് ക്ലാസ് ഓഫ് 4 = സെറ്റ് 4. അപ്പോൾ നമുക്ക് 4 എലമെന്റ്സിന്റെ ഈക്വലൻസ് ക്ലാസ് കിട്ടി. 1
1നോടും 3നോടും റിലേറ്റഡ് ആയതുകൊണ്ട് ഇക്വലൻസ് ക്ലാസ് ഓഫ് 1 ഈസ് ഈക്വൽ ടു സെറ്റ് 1 3. 2 2നോട് മാത്രമേ റിലേറ്റഡ് ആയിട്ടുള്ളൂ, അതുകൊണ്ട് ഇക്വലൻസ് ക്ലാസ് ഓഫ് 2 ഈസ് ഈക്വൽ ടു സെറ്റ് 2. അടുത്ത ഇക്വലൻസ് ക്ലാസ് ഓഫ് 3 ഈസ് ഈക്വൽ ടു സെറ്റ് 1 3. ഇക്വലൻസ് ക്ലാസ് ഓഫ് 4 ഈസ് ഈക്വൽ ടു സെറ്റ് 4. ഇക്വലൻസ് ക്ലാസ് എന്താണെന്ന് മനസ്സിലായല്ലോ. അടുത്ത നമുക്ക് പറയാനുള്ളത് പാർട്ടീഷൻ ഓഫ് എ സെറ്റ് ആണ്. പാർട്ടീഷൻ ഓഫ് എ സെറ്റ്. പാർട്ടീഷൻ ഓഫ് എ സെറ്റ് പറയണമെങ്കിൽ നേരത്തെ പറഞ്ഞ ഇക്വലൻസ് റിലേഷനിൽ തന്നെ തുടങ്ങണം. നമ്മൾ ക്യാപിറ്റൽ എ എന്ന് പറയുന്ന ഒരു സെറ്റ് നമുക്കുണ്ടായിരുന്നു, അതിനകത്ത് നമ്മൾ ഇക്വലൻസ് റിലേഷൻ ഡിഫൈൻ ചെയ്തു. ആ ഇക്വലൻസ് റിലേഷൻ അനുസരിച്ച് നമ്മൾ ഇക്വലൻസ് ക്ലാസ്സുകളും എഴുതി. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും ഓരോ ഇക്വലൻസ് ക്ലാസ്സും ഈ ക്യാപിറ്റൽ എ എന്ന് പറയുന്ന സെറ്റിന്റെ സബ്സെറ്റ് ആണ്. അതായത് ഈ സെറ്റിനെ, ക്യാപിറ്റൽ എ എന്ന് പറയുന്ന സബ്സെറ്റിനെ ഒരു ഇക്വലൻസ് റിലേഷൻ പല പല സബ് ഡിവിഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ സെറ്റുകളെ ഇക്വലൻസ് ക്ലാസ് ആയിട്ട് കിട്ടിയ ഇതിന്റെ സബ്സെറ്റുകളായ സെറ്റുകളെ നമുക്കൊന്ന് ഡിനോട്ട് ചെയ്യാം. ആദ്യത്തേത് സെറ്റ് 1 3. അത് ഞാൻ A1 എന്ന് ഡിനോട്ട് ചെയ്യുന്നു. A1 സെറ്റ് 1 3. അടുത്ത ഇക്വലൻസ് ക്ലാസ് സെറ്റ് 2 ആയിരുന്നു, അതിനെ A2 എന്ന് വിളിക്കുന്നു. A2 എന്ന് പറയുന്നത് സെറ്റ് 2. അടുത്ത ഇക്വലൻസ് ക്ലാസ് സെറ്റ് 1 3. 1 3 നമ്മളിവിടെ ഡിനോട്ട് ചെയ്തിട്ടുണ്ട്, A1 എന്ന് നേരത്തെ ഡിനോട്ട് ചെയ്താണ്. അടുത്ത 4ന്റെ ഇക്വലൻസ് ക്ലാസ് 4, അതിനെ നമ്മൾ A3 എന്ന് ഡിനോട്ട് ചെയ്തു. A3 എന്ന് പറയുന്ന സെറ്റ് 4. നോക്കിയാൽ മനസ്സിലാകും ഈ ഇക്വലൻസ് ക്ലാസ്സുകൾ ക്യാപിറ്റൽ എ എന്ന് പറയുന്ന സെറ്റിനെ സബ്സെറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്തേക്കുക. ഈ സബ്സെറ്റ് 1 3 എന്ന് പറയുന്നത് എയുടെ സബ്സെറ്റ് ആണ്, 2 എയുടെ സബ്സെറ്റ് ആണ്, 4 എയുടെ സബ്സെറ്റ് ആണ്. അപ്പോൾ ഈ 3 സെറ്റുകൾ ക്യാപിറ്റൽ എയെ സബ് ഡിവിഷൻസ് ആയിട്ട് അല്ലെങ്കിൽ സബ്സെറ്റുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇനി ഇവരെ ആണ് നമ്മൾ പാർട്ടീഷൻ എന്ന് വിളിക്കേണ്ടത്. ഇവരെ പാർട്ടീഷൻ എന്ന് വിളിക്കണമെങ്കിൽ 1-2 കണ്ടീഷൻസ്. കണ്ടീഷൻ അനുസരിച്ച് ഈ ഇക്വലൻസ് ക്ലാസ്സുകളായ സെറ്റുകളെ പാർട്ടീഷൻ എന്ന് വിളിക്കണം. ക്യാപിറ്റൽ എയുടെ പാർട്ടീഷൻ എന്ന് വിളിക്കണമെങ്കിൽ ഇവരുടെ യൂണിയൻ A1, ഇവിടെ നമുക്ക് 3 സെറ്റുകൾ കിട്ടിയിട്ടുണ്ട്. ഈ 3 സബ്സെറ്റിന്റെ കൂടെ യൂണിയൻ A1 യൂണിയൻ A2 യൂണിയൻ A3 എന്ന് പറയുന്നത് ക്യാപിറ്റൽ എ എന്ന് പറയുന്ന സെറ്റ് ആയിരിക്കണം. 1 2 3 4 3 സെറ്റിന്റെ കൂടെ യൂണിയൻ എടുത്തു കഴിയുമ്പോൾ നമുക്ക് സെറ്റ് 1 2 3 4 അതായത് ക്യാപിറ്റൽ എ കിട്ടും. അപ്പോൾ ഒരു കണ്ടീഷൻ ഇതാണ്, സബ് ഡിവിഷൻസ് ആയിട്ട് കിട്ടിയ സബ്സെറ്റുകളായിട്ട് കിട്ടിയ ഇക്വലൻസ് ക്ലാസ്സുകളുടെ യൂണിയൻ നമ്മുടെ മെയിൻ സെറ്റ് ക്യാപിറ്റൽ എ ആയിരിക്കും. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇവരെ പെയർ വൈസ് ആയിട്ട് 2 സെറ്റുകൾ വീതം എടുത്ത് ഇന്റർസെക്ഷൻ കണ്ടുപിടിച്ചാൽ അത് നൾ സെറ്റ് ആയിരിക്കണം. A1ഉം A2ഉം കൂടി എടുക്കുക, A2ഉം A3ഉം കൂടി എടുക്കുക, A1ഉം A3ഉം കൂടി എടുക്കുക. 2 പേരെ വീതമുള്ള ഇന്റർസെക്ഷൻ എടുക്കുമ്പോൾ നൾ സെറ്റ് കിട്ടണം. A1ഉം A2ഉം കൂടെ നോക്കിയേ, കോമൺ പോയിന്റ്സ് ഇല്ല, അവരുടെ ഇന്റർസെക്ഷൻ 5 ആണ്. A2ഉം A3ഉം കൂടെ നോക്കിയേ, കോമൺ എലമെന്റ്സ് ഇല്ല, അതുകൊണ്ട് ഇന്റർസെക്ഷൻ 5 ആണ്. A1ഉം A3ഉം കൂടെ നോക്കിയാലും കോമൺ എലമെന്റ്സ് ഇല്ല, അതുകൊണ്ട് അവരുടെ ഇന്റർസെക്ഷൻ 5 ആണ്. അപ്പോൾ ഒന്നാമത്തെ കണ്ടീഷൻ 3 പേരുടെ കൂടെ യൂണിയൻ മെയിൻ സെറ്റ് ആയിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ 2 പേരെ വീതം പെയർ വൈസ് ആയിട്ട് ഇന്റർസെക്ഷൻ എടുത്താൽ അവർ ഡിസ്ജോയിന്റ് ആയിരിക്കണം, അവരുടെ ഇന്റർസെക്ഷൻ 5 ആയിരിക്കണം. പിന്നെ പറയുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഓരോ ഇക്വലൻസ് ക്ലാസ്സിലെയും എലമെന്റ്സ് പരസ്പരം റിലേറ്റഡ് ആയിരിക്കണം. A1ലുള്ള എലമെന്റ്സ് പരസ്പരം റിലേറ്റഡ് ആയിരിക്കണം. A2ൽ എലമെന്റ്സ് കൂടുതലുണ്ടെങ്കിൽ അവർ പരസ്പരം റിലേറ്റഡ് ആയിരിക്കണം. A3ലെ എലമെന്റ്സ് പരസ്പരം റിലേറ്റഡ് ആയിരിക്കണം. പിന്നെ ഒരു കണ്ടീഷൻ, മൊത്തം 4 കണ്ടീഷൻസ് ആണ്. മൂന്നാമത്തേത് ഓരോ സബ്സെറ്റുകളിലെയും എലമെന്റ്സ് പരസ്പരം റിലേറ്റഡ് ആയിരിക്കണം. അടുത്തത് നാലാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഒരു സബ്സെറ്റ് മറ്റൊരു സബ്സെറ്റിലെ എലമെന്റ്സുമായി റിലേഷൻ ഉണ്ടാകാൻ പാടില്ല. A1ലെ എലമെന്റ്സും A2ലെ എലമെന്റ്സും തമ്മിൽ റിലേറ്റഡ് ആകരുത്, A1ലെയും A3ലെയും എലമെന്റ്സ് തമ്മിൽ റിലേറ്റഡ് ആകരുത്, A2ലെയും A3ലെയും എലമെന്റ്സ് തമ്മിൽ റിലേറ്റഡ് ആകരുത്. അതായത് AIകളും AJകളും തമ്മിൽ പരസ്പരം എന്താകരുത്, റിലേറ്റഡ് ആകരുത്. ഈ 4 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ ഈ ഇക്വലൻസ് ക്ലാസ്സുകളെ നമ്മൾ പാർട്ടീഷൻ ഓഫ് ദി സെറ്റ് ക്യാപിറ്റൽ എ
അല്ലെങ്കിൽ സബ് ഡിവിഷൻ ഓഫ് ദി സെറ്റ് ക്യാപിറ്റൽ എ എന്ന് വിളിക്കും. അപ്പൊ എന്താണ് പാർട്ടീഷൻ അല്ലെങ്കിൽ സബ് ഡിവിഷൻ? ക്യാപിറ്റൽ എ എന്ന് പറയുന്ന ഒരു സെറ്റില് ഒരു ഇക്വലൻസ് റിലേഷൻ ഡിഫൈൻ ചെയ്താൽ ആ ഇക്വലൻസ് റിലേഷൻ ക്യാപിറ്റൽ എ എന്ന സെറ്റിനെ കുറെ സബ് ഡിവിഷൻസ് ആയിട്ട് തിരിക്കും. ഈ സബ് ഡിവിഷൻസിനെ പാർട്ടീഷൻ എന്ന് വിളിക്കണമെങ്കിൽ കണ്ടീഷൻ ഉണ്ട്. ഈ ഇക്വലൻസ് ക്ലാസുകൾ സബ്സെറ്റുകളായിട്ട് കിട്ടിയ ഇക്വലൻസ് ക്ലാസുകളുടെ യൂണിയൻ ക്യാപിറ്റൽ എ ആയിരിക്കണം. പെയർ വൈസ് ആയിട്ട് അവരുടെ ഇന്റർസെക്ഷൻ എടുത്താൽ അവര് നൾ സെറ്റ് ആയിരിക്കണം, 5 ആയിരിക്കണം. പിന്നെ ഓരോ ഇക്വലൻസ് ക്ലാസ്സിലെയും എലമെന്റ്സ് പരസ്പരം റിലേറ്റഡ് ആയിരിക്കണം. അതുപോലെ ഒരു ഇക്വലൻസ് ക്ലാസ്സിലെ എലമെന്റ് മറ്റൊരു ഇക്വലൻസ് ക്ലാസ്സിലെ എലമെന്റുമായിട്ട് റിലേഷൻ ഉണ്ടാകാൻ പാടില്ല. ഈ 4 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ ഈ ഇക്വലൻസ് ക്ലാസ്സുകളെ A1, A2, A3 എന്ന ഇക്വലൻസ് ക്ലാസ്സുകളെ എ എന്ന് പറയുന്ന മെയിൻ സെറ്റിന്റെ പാർട്ടീഷ്യൻസ് എന്ന് വിളിക്കും. പാർട്ടീഷ്യൻസ് അല്ലെങ്കിൽ സബ് ഡിവിഷൻസ് എന്ന് വിളിക്കും. ഇനി നമുക്ക് ഇതുവരെ പഠിച്ച ഭാഗത്തെ പ്രോബ്ലംസ് ഒന്ന് നോക്കാം. Question: Let capital R be the relation in the set 1, 2, 3, 4 given by R is equal to set ordered pair 1, 2, 2, 2, 1, 1, 4, 4, 1, 3, 3, 3, 3, 2. Which type of relation is R? റിലേഷനിൽ ഏതൊക്കെ എലമെൻറ്റ്സ് വന്നിട്ടുണ്ടെന്ന് ഓർഡേർഡ് പെയർസ് അവിടെ തന്നിട്ടുണ്ട്. നമുക്ക് തന്നിരിക്കുന്ന സെറ്റ് മെയിൻ സെറ്റ് എന്ന് പറയുന്നത് സെറ്റ് 1, 2, 3, 4 ഒരു ചെറിയ സെറ്റാണ്. ഈ സെറ്റിൽ തന്നിരിക്കുന്ന ഈ റിലേഷൻ ഏത് ടൈപ്പ് റിലേഷൻ ആണെന്ന് നോക്കണം. റിഫ്ലെക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ ഇതൊക്കെ ചെക്ക് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. റിലേഷനെ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. നമുക്ക് ഒരു എലമെൻ്റ് അതിനോട് തന്നെ റിലേറ്റഡ് ആണെന്ന് കിട്ടിയാൽ നമുക്ക് റിഫ്ലെക്സീവ് ആണ്. ആദ്യം നമ്മൾ ചെക്ക് ചെയ്യുന്ന റിഫ്ലെക്സീവ് ആണല്ലോ. അപ്പോൾ മെയിൻ സെറ്റിലെ 1 എടുത്താൽ 1, 1 റിലേഷനിലുണ്ട്, 2 എടുക്കുമ്പോൾ 2, 2 ഉണ്ട്, 3 എടുക്കുമ്പോൾ 3, 3 ഉണ്ട്, 4 എടുക്കുമ്പോൾ 4, 4 ഉണ്ട്. ഈ 4 ഓർഡേർഡ് പെയർസും ഉള്ളത് കൊണ്ട് നമ്മുടെ റിലേഷൻ എന്താണ്? റിഫ്ലെക്സീവ് ആണ്. ആൻസർ എങ്ങനെയാണ് എഴുതണ്ടേ? ഹിയർ ഓർഡേർഡ് പെയർ 1, 1, 2, 2, 3, 3, 4, 4 എലമെൻറ്റ് ക്യാപിറ്റൽ ആർ, therefore R is reflexive. അടുത്തത് നമ്മൾ സിമെട്രിക് ആണ് ചെക്ക് ചെയ്യേണ്ടത്. സിമെട്രിക് ചെക്ക് ചെയ്യാൻ നമ്മൾ ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ഉള്ള ഒരു ഓർഡേർഡ് പെയർ എടുത്തു 1, 2. ഹിയർ 1, 2 എലമെൻറ്റ് ആർ. 1, 2 ഉണ്ടെങ്കിൽ ആരും ഉണ്ടാവണം, അത് തിരിച്ചിടുന്ന ഓർഡേർഡ് പെയർ 2, 1 ഉണ്ടാകണം. പക്ഷേ ഇവിടെ 2, 1 ഇല്ല. ഈ റിലേഷനകത്ത് 2, 1 എന്നൊരു ഓർഡേർഡ് പെയർ ഇല്ല. അതുകൊണ്ട് ഈ റിലേഷൻ എന്തല്ല? ഇത് സിമെട്രിക് അല്ല. ഹിയർ 1, 2 ordered pair 1, 2 element R, but ordered pair 2, 1 not an element R. Therefore, R is not symmetric. അടുത്ത നമുക്ക് എന്താണെന്നാണ് ചെക്ക് ചെയ്യേണ്ടത്? ട്രാൻസിറ്റീവ് ആണെന്ന് ചെക്ക് ചെയ്യണം. ട്രാൻസിറ്റീവ് ആണെന്ന് ചെക്ക് ചെയ്യാൻ റിലേഷൻ ഒന്നുകൂടെ നോക്കിയേ. ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ഉള്ള ഓർഡേർഡ് പെയർ എടുക്കണം. ആദ്യത്തെ ഓർഡേർഡ് പെയർ തന്നെ എടുക്കാം. 1, 2 ഉണ്ട്. 1, 2വിൻ്റെ സെക്കൻഡ് എലമെൻ്റ് ആയ 2വിൽ സ്റ്റാർട്ട് ചെയ്യുന്ന 2, 2 ഉണ്ട്. 1, 2ഉം 2, 2ഉം ഉണ്ടെങ്കിൽ ആര് വരണം? 1, 2വിൻ്റെ ഫസ്റ്റ് എലമെൻറ്റ് 1ഉം 2, 2വിൻ്റെ ലാസ്റ്റ് എലമെൻറ്റ് 2ഉം. അതായത് 1, 2 വരണം. നമ്മൾ എടുത്ത എലമെൻറ്റ് തന്നെ 1, 2 ആണ്. അതുകൊണ്ട് ഓർഡേർഡ് പെയർ 1, 2 റിലേഷനിലുണ്ട്, ഓർഡേർഡ് പെയർ 2, 2 റിലേഷനിലുണ്ട്. അത് ആരെ എംപ്ലൈ ചെയ്യുന്നു? ഓർഡേർഡ് പെയർ 1, 2 എലമെൻറ്റ് ആർ ആയതുകൊണ്ട് ആദ്യത്തെ എലമെൻറ്റിൻ്റെ കേസിൽ അത് ട്രാൻസിറ്റീവ് ആണ്. ഇനി ഡിഫറെൻറ്റ് എലമെൻറ്റ് അടുത്തത് ഏതാ ഉള്ളത്? 1, 3 കിടപ്പുണ്ട്. 1, 3 ഉണ്ട്. സെക്കൻഡ് എലമെൻറ്റ് 3യിൽ സ്റ്റാർട്ട് ചെയ്യുന്ന 2 ഓർഡേർഡ് പെയറും കൂടി കിടപ്പുണ്ട്. നമുക്ക് ഓരോന്നെടുത്ത് ചെക്ക് ചെയ്യാം. 1, 3 ഉണ്ട്. ഓർഡേർഡ് പെയർ 3, 3 ഉണ്ട്. അപ്പോൾ ആരുണ്ടാവണം? 1, 3യുടെ 1ഉം 3, 3യുടെ ലാസ്റ്റ് എലമെൻറ്റ് 3യും. 1, 3 വരണം. 1, 3 തന്നെയാണ് നമ്മൾ എടുത്ത എലമെൻറ്റും 1, 3 തന്നെയാണ്. 1, 3 റിലേഷനിലുണ്ട്. അപ്പോൾ ഓർഡേർഡ് പെയർ 1, 3 റിലേഷനിലുണ്ട്, ഓർഡേർഡ് പെയർ 3, 3 റിലേഷനിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ആരുണ്ടാവണം? ഓർഡേർഡ് പെയർ 1, 3 ഉണ്ടാവണം. അത് റിലേഷനിലുണ്ട്. അടുത്ത എലമെൻറ്റ് നോക്കിക്കേ. 1, 3 ഉണ്ട്. ലാസ്റ്റ് ഓർഡേർഡ് പെയർ 3, 2 ഉണ്ട്. അപ്പോൾ ആരുണ്ടാവണം? 1, 3യുടെ ഫസ്റ്റ് എലമെൻറ്റ് 1ഉം 3, 2വിൻ്റെ ലാസ്റ്റ് എലമെൻറ്റ് 2ഉം ഉണ്ടാവണം. അതായത് 1, 2 ഓർഡേർഡ് പെയർ 1, 2 റിലേഷനിലുണ്ടാവണം. അത് നമ്മുടെ റിലേഷനിൽ ഫസ്റ്റ് തന്നെ കിടപ്പുണ്ട്. അതുകൊണ്ട് റിലേഷൻ ആ നമ്പറിൻ്റെ കേസിലും ട്രാൻസിറ്റീവാണ്. ഇനി നമുക്ക് ആരെയും നോക്കാനുള്ളത്? ലാസ്റ്റ് 3, 2 എന്നൊരു ഓർഡേർഡ് പെയർ കിടപ്പുണ്ട്. 3, 2വിൻ്റെ 2 സെക്കൻഡ് എലമെൻറ്റ് 2വിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേറൊരു ഓർഡേർഡ് പെയർ 2, 2 ഉണ്ട്. അപ്പോൾ 3, 2 ഓർഡേർഡ് പെയർ ഉണ്ട്. ഓർഡേർഡ് പെയർ 2, 2 ഉണ്ട്. ഉണ്ടെങ്കിൽ ആരുണ്ടാവണം? 3, 2വിൻ്റെ ഫസ്റ്റ് എലമെൻറ്റ് 3യും 2, 2വിൻ്റെ ലാസ്റ്റ് എലമെൻറ്റ് 2ഉം. 3, 2 ഉണ്ടാവണം. നമ്മളെടുത്ത എലമെൻറ്റ് തന്നെ 3, 2 ആണ്. അത് റിലേഷനിലുണ്ട്.
അപ്പോൾ ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ഉള്ള എല്ലാ ഓർഡേർഡ് പേഴ്സും എടുത്ത് നോക്കി അതിൻ്റെ എല്ലാം കറസ്പോണ്ടിങ് ആയിട്ട് എ ബി എന്നുള്ള എലമെൻ്റ് ഉണ്ട്, ബി സി എന്നുള്ള എലമെൻ്റ് ഉണ്ട്. അവർക്ക് രണ്ടുപേർക്കും കറസ്പോണ്ടിങ് ആയിട്ട് എ സി എന്നുള്ള എലമെൻറ്റും റിലേഷനിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് ആർ എന്താണ്? ട്രാൻസിറ്റീവുമാണ്. ഹിയർ ആർ ഈസ് ട്രാൻസിറ്റീവ്. ബിക്കോസ് എല്ലാ എക്സാമ്പിളും എടുത്ത് എഴുതണ്ട, 3-4 എക്സാമ്പിൾ വരുവാണെന്നുണ്ടെങ്കിൽ അതിൽ ജനറലായിട്ട് എഴുതി കാണിച്ചാൽ മതി. 1-2 എക്സാമ്പിൾ ആണെങ്കിൽ നമ്മൾ ആ എക്സാമ്പിൾ എടുത്ത് എഴുതി കാണിച്ചിട്ട് ട്രാൻസിറ്റീവ് എന്ന് പറയും. ഇവിടെ ഇപ്പം 4 എണ്ണം കാണിക്കാനുണ്ട്. അപ്പോൾ 4 എടുത്ത് എഴുതിയിട്ട് പറയണമെന്നില്ല, അത് നമ്മൾ ജസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് എഴുതിയതാണ്. നമുക്ക് സ്റ്റെപ്പ് എഴുതുമ്പോൾ സിമെട്രിക്ക് കഴിഞ്ഞിട്ട് ട്രാൻസിറ്റീവിൻ്റെ പറയാൻ പോകുന്ന സ്റ്റെപ്പ് എഴുതിയാൽ മതി. ഹിയർ ആർ ഇസ് ട്രാൻസിറ്റീവ് ബിക്കോസ് എന്താ കാര്യം? ഫോർ എവറി എലമെൻറ്റ് എ ബി ഇൻ ക്യാപിറ്റൽ ആർ ആൻഡ് ബി സി ഇൻ ക്യാപിറ്റൽ ആർ, എ ബി എന്നുള്ള ഫോമിലും ബി സി എന്നുള്ള ഫോമിലും ഏതൊക്കെ എലമെൻറ്റ്സ് ക്യാപിറ്റൽ ആറിലുണ്ടോ ദർ എക്സിസ്റ്റ് ആൻ എലമെൻറ്റ് ഓർഡേർഡ് പെയർ എ സി ഇൻ ആർ. അവർക്ക് രണ്ടുപേർക്കും കറസ്പോണ്ടിങ് ആയിട്ട് എ സി എന്നൊരു ഓർഡേർഡ് പെയറും ആറിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് ആറ് ട്രാൻസിറ്റീവാണ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ അനുസരിച്ച് എന്തൊക്കെയാണിത്? ആറെന്ന് പറയുന്നത് റിഫ്ലെക്സീവുമാണ് ട്രാൻസിറ്റീവുമാണ്. പക്ഷെ നമുക്ക് സിമെട്രിക് അല്ല എന്നാണ് കിട്ടിയത്. therefore ആർ ഇസ് റിഫ്ലെക്സീവ് ആൻഡ് ട്രാൻസിറ്റീവ് ബട്ട് നോട്ട് സിമെട്രിക്. അടുത്ത ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ് ദ റിലേഷൻ ക്യാപിറ്റൽ ആർ ഇൻ ദ സെറ്റ് 1 2 3 given by set ordered pair 1 2 2 1 is symmetric but neither reflexive nor transitive. തന്നിരിക്കുന്ന റിലേഷൻ ഓർഡേർഡ് പെയർ 1 2 ഓർഡേർഡ് പെയർ 2 1 അങ്ങനെ 2 ഓർഡേർഡ് പെയർസ് മാത്രമുള്ള ഒരു റിലേഷനാണ് തന്നിരിക്കുന്നത്. ഈ റിലേഷൻ സിമെട്രിക് ആണെന്ന് കാണിക്കണം. പക്ഷേ ആരൊക്കെയല്ല? നെയ്തർ റിഫ്ലെക്സീവ് നോർ ട്രാൻസിറ്റീവ്, റിഫ്ലെക്സീവും അല്ല ട്രാൻസിറ്റീവും അല്ല എന്നാണ് കാണിക്കേണ്ടത്. റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു ചെറിയ സെറ്റിലാണ്, സെറ്റ് 1 2 3. അപ്പോൾ നമുക്ക് ആൻസർ തുടങ്ങാം. ആദ്യം കാണിക്കേണ്ടത് സിമെട്രിക് ആണെന്നാണ്. സിമെട്രിക് ആണെന്ന് കാണിക്കാൻ ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ഉള്ള ഓർഡേർഡ് പെയർ എടുക്കുക. 1 2 എന്ന് പറയുന്ന ഓർഡേർഡ് പെയർ നമ്മുടെ റിലേഷനിലുണ്ട്. അപ്പോൾ സിമെട്രിക് ആകണമെങ്കിൽ അത് തിരിച്ചിടുന്ന ഓർഡേർഡ് പെയർ 2 1 ഉണ്ടാവണം. 1 2 അവിടെയുണ്ട്, 2 1 അവിടെയുണ്ട്. അതുകൊണ്ട് നമ്മുടെ റിലേഷൻ എന്താണ്? സിമെട്രിക് ആണ്. എങ്ങനെയാണ് ആൻസർ പറയണ്ടേ? ഹിയർ ഓർഡേർഡ് പെയർ 1 2 എലമെൻ്റ് ആർ ആൻഡ് ഓർഡേർഡ് പെയർ 2 1 എലമെൻ്റ് ആർ. അതുകൊണ്ട് therefore ആർ ഈസ് സിമെട്രിക്. അടുത്തത് എന്താ കാണിക്കേണ്ടത്? റിഫ്ലെക്സീവ് അല്ല എന്ന് കാണിക്കണം. റിഫ്ലെക്സീവ് അല്ല എന്ന് കാണിക്കാൻ നമ്മുടെ മെയിൻ സെറ്റിൽ സെറ്റ് 1 2 3 3 എലമെൻറ്റ്സ് ഉണ്ട്. 3 എലമെൻറ്റ്സിനെയും വെച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു എലമെൻറ്റ് അതിനോട് തന്നെ റിലേറ്റഡ് ആണെന്നുള്ള രീതിയിലുള്ള ഒരു ഓർഡേർഡ് പെയർ പോലും നമ്മുടെ റിലേഷനിൽ ഇല്ല. 1 വെച്ച് നോക്കിയാൽ ഓർഡേർഡ് പെയർ 1 1 ഇല്ല, 2 വെച്ച് നോക്കിയാൽ ഓർഡേർഡ് പെയർ 2 2 ഇല്ല, 3 വെച്ച് നോക്കിയാൽ ഓർഡേർഡ് പെയർ 3 3 ഇല്ല. ഇവർ 3 പേരും ഇതിനകത്തില്ല. 3 പേരും ഇല്ല എന്ന് എടുത്ത് എഴുതേണ്ട കാര്യമില്ല. ഏതെങ്കിലും ഒരു ഓർഡേർഡ് പെയർ ഇല്ല എന്ന് കാണിച്ചാൽ മതി. ഇല്ല എന്ന് ഒരു എക്സാമ്പിൾ എടുത്ത് കാണിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എലമെൻറ്റ് തന്നെ എടുത്ത് കാണിക്കാം. 1 വെച്ചിട്ട് ഓർഡേർഡ് പെയർ 1 1 അവിടെ ഇല്ല. ആർ ഇസ് നോട്ട് റിഫ്ലെക്സീവ് സിൻസ് ഓർഡേർഡ് പെയർ 1 1 നോട്ട് ആൻ എലമെൻറ്റ് ആർ. ഞാനിപ്പോൾ 1 1 എടുത്ത് കാണിച്ചു എന്നേ ഉള്ളൂ. 1 1 തന്നെ എടുത്ത് കാണിക്കണമെന്ന് നിർബന്ധമില്ല. ഓർഡേർഡ് പെയർ 2 2 നോട്ട് ആൻ എലമെൻ്റ് ആർ. അതുകൊണ്ട് ആർ ഇസ് നോട്ട് റിഫ്ലെക്സീവ് അങ്ങനെ വേണേലും പറയാം. അല്ലെങ്കിൽ 3 3 ഇല്ലാത്തത് കൊണ്ട് റിഫ്ലെക്സീവ് അല്ല അങ്ങനെ വേണേലും പറയാം. ഏത് വേണമെങ്കിലും എടുത്ത് പറയാം. റിഫ്ലെക്സീവ് അല്ലെന്ന് കിട്ടി. ഇനി എന്താണ് കാണിക്കേണ്ടത്? ട്രാൻസിറ്റീവ് അല്ലെന്ന് കാണിക്കണം. ട്രാൻസിറ്റീവ് അല്ലെന്ന് കാണിക്കാൻ നമുക്ക് ഓർഡേർഡ് പെയർ 1 2 റിലേഷനിലുണ്ട്. 1 2ൻ്റെ സെക്കൻഡ് എലമെൻ്റായ 2ൽ സ്റ്റാർട്ട് ചെയ്യുന്ന 2 1ഉം റിലേഷനിലുണ്ട്. അപ്പോൾ ആരുണ്ടാവണം ട്രാൻസിറ്റീവ് ആകണമെങ്കിൽ? 1 2ൻ്റെ ഫസ്റ്റ് എലമെൻറ്റ് 1ഉം 2 1ൻ്റെ ലാസ്റ്റ് എലമെൻറ്റ് 1 1 1 ഉണ്ടാവണം. 1 1 റിലേഷനിലില്ല. നമുക്കെങ്ങനെ പറയാം? ആർ ഇസ് നോട്ട് ട്രാൻസിറ്റീവ് സിൻസ് ഓർഡേർഡ് പെയർ 1 2 എലമെൻ്റ് ആർ. ഓർഡേർഡ് പെയർ 1 2 ഉണ്ട് ആൻഡ് ഓർഡേർഡ് പെയർ 2 1 എലമെൻറ്റ് ക്യാപിറ്റൽ ആർ. 2 1ഉം ഉണ്ട്. പക്ഷേ ആരില്ല? ഓർഡേർഡ് പെയർ 1 1 ക്യാപിറ്റൽ ആറിൽ ഇല്ല. അതുകൊണ്ട് ആർ ഇസ് നോട്ട് ട്രാൻസിറ്റീവ്. നമ്മുടെ ക്വസ്റ്റ്യൻ അനുസരിച്ച് ആർ സിമെട്രിക് ആണ്. പക്ഷേ ആരൊക്കെ അല്ല? റിഫ്ലെക്സീവും അല്ല ട്രാൻസിറ്റീവും അല്ല. ദാറ്റ് ഈസ് ആർ ഇസ് സിമെട്രിക് ബട്ട് നെയ്തർ റിഫ്ലെക്സീവ് നോർ ട്രാൻസിറ്റീവ്. അടുത്ത ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ് ദ റിലേഷൻ ക്യാപിറ്റൽ ആർ ഇൻ സെറ്റ് 1 2 3 4 given by R is equal to ordered pair AB such that 2 divides A minus B, A comma B element capital R is an equivalence relation. Also find the equivalence classes for each element. ഇവിടെ എന്താണ് നമുക്ക് കാണിക്കേണ്ടത്? നമുക്ക് തന്നിരിക്കുന്ന റിലേഷൻ അതൊരു ഇക്വലൻസ് റിലേഷൻ ആണെന്ന് കാണിക്കണം. അതിനുശേഷം ഓരോ എലമെൻറ്റിൻ്റെയും ഇക്വലൻസ് ക്ലാസ്സസ്
എഴുതണം. നമുക്ക് തന്നിരിക്കുന്ന റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? 2 ഡിവൈഡ്സ് a മൈനസ് ബി. ഫസ്റ്റ് എലമെൻറ്റ് എയിൽ നിന്നും സെക്കൻഡ് എലമെൻറ്റ് ബി കുറയ്ക്കുമ്പോൾ കിട്ടുന്ന ആ ഡിഫറൻസിനെ 2 കൊണ്ട് പൂർണ്ണമായും ഡിവൈഡ് ചെയ്യാൻ പറ്റണം. നമുക്ക് തന്നിരിക്കുന്ന സെറ്റ് 1 2 3 4 ആണ്. ഇതിലെ ഏത് 2 എലമെൻറ്റിനെ എടുത്താലും അവരുടെ ഡിഫറൻസിനെ 2 കൊണ്ട് പൂർണ്ണമായും ഡിവൈഡ് ചെയ്യാൻ പറ്റണം. 2 കൊണ്ട് ആരെയൊക്കെ ഡിവൈഡ് ചെയ്യാം? 2ൻ്റെ മൾട്ടിപ്പിൾസായ ഈവൻ നമ്പേഴ്സിനെ എല്ലാം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2 4 6 തുടങ്ങിയ ഈവൻ നമ്പേഴ്സിനെ അവരുടെ നെഗറ്റീവ്സിനെ -2 -4 തുടങ്ങിയ നമ്പേഴ്സിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 0യെ ഡിവൈഡ് ചെയ്യാമോ? 0 കൊണ്ട് ഒരു നമ്പറിനെയും നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ 0യെ എല്ലാ നമ്പർ കൊണ്ടും ഡിവൈഡ് ചെയ്യാം. ആൻസർ 0 ആയിരിക്കുമെന്നേ ഉള്ളൂ. അപ്പോൾ 2 കൊണ്ടും നമുക്ക് 0യെ ഡിവൈഡ് ചെയ്യാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏതൊക്കെ നമ്പേഴ്സ് ഉണ്ട്? 2 ഡിവൈഡ്സ് 0 2 4 എക്സെട്ര ആൻഡ് -2 -4 എക്സെട്ര. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന സെറ്റിൽ നിന്നും ഏത് 2 എലമെൻറ്റിനെ എടുത്താലും അവരുടെ ഡിഫറൻസ് ആരൊക്കെ വരാം? 0 വന്നാൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ആ ഡിഫറൻസ് 2 ആയാൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഡിഫറൻസ് 4 ആയാൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അല്ലെങ്കിൽ ഡിഫറൻസ് -2 ആയാലോ -4 ആയാലോ ഒക്കെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. നമ്മുടെ റിലേഷനിൽ ഏതൊക്കെ ഓർഡേർഡ് പെയേഴ്സാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഡിഫറൻസ് 0 വരണമെങ്കിൽ ഒരു എലമെൻറ്റിൽ നിന്ന് അതേ എലമെൻറ്റ് തന്നെ കുറയ്ക്കണം. 2 നമ്പേഴ്സും സെയിം ആയിട്ട് വരുന്ന ഓർഡേർഡ് പെയർ ആണെങ്കിലേ അതിൻ്റെ ഡിഫറൻസ് 0 വരുള്ളൂ. അപ്പോൾ നമുക്ക് 0 ഡിഫറൻസ് വരുന്ന രീതിയിൽ ഏതൊക്കെ ഓർഡേർഡ് പെയേഴ്സ് എടുക്കാം? 1 1 വരാം, 2 2 വരാം, 3 3 വരാം, 4 4 വരാം. അപ്പോൾ 0 ഡിഫറൻസ് വരുന്ന 4 ഓർഡേർഡ് പെയേഴ്സ് നമുക്ക് കിട്ടും. അതിനുശേഷം ഏതൊക്കെ ഓർഡേർഡ് പെയേഴ്സ് വരുമെന്ന് നമ്മൾ മെയിൻ സെറ്റിൽ നിന്ന് നോക്കിയെടുക്കാം. 1 എടുത്താൽ 1ഉം 2ഉം കൂടിയുള്ള ഡിഫറൻസ് -1 ആണ്. അത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 1ഉം 2ഉം കൂടി എടുക്കാൻ പറ്റില്ല. 1ഉം 3ഉം കൂടി എടുത്താലോ? 1 -3 -2 ആണ്. -2നെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 1 3 നമുക്ക് ഓർഡേർഡ് പെയറായിട്ട് എടുക്കാം. 1ഉം 4ഉം കൂടി എടുത്താലോ? 1 -4 എന്ന് പറയുന്നത് -3 ആണ്. അതിന് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 1 കൊണ്ട് പിന്നെ എടുക്കാൻ പറ്റുന്നത് ഏത് മാത്രമേ ഉള്ളൂ? 1 3 മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ഇനി 2 എടുക്കാം. 2ൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഏത് നമ്പർ എടുക്കാം? 2 1 എടുക്കാൻ പറ്റുമോ? ഇല്ല. 2ൽ നിന്ന് 1 കുറച്ചാൽ 1 ആണ്. 2 3യോ? അതിൻ്റെ ഡിഫറൻസും 1 ആണ്, -1. 2ഉം 4ഉം കൂടി എടുത്താൽ -2 ഡിഫറൻസ് കിട്ടും. അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 2 സ്റ്റാർട്ട് ചെയ്യുന്ന ഏത് നമ്പറേ എടുക്കാൻ പറ്റുള്ളൂ? 2 4 മാത്രം എടുക്കാം. ഇനി 3ൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏതൊക്കെ എടുക്കാമെന്ന് നോക്കാം. 3 1 എടുക്കാം. 3 1 എടുത്താൽ 3ൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ നമുക്ക് 2 കിട്ടും. ആ 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3 2 എടുക്കാൻ പറ്റുമോ? ഇല്ല. 3 3 നമ്മൾ എടുത്താൽ 3 4 എടുക്കാൻ പറ്റുമോ? അതുമില്ല. ആ 2 ഡിഫറൻസും 1 ആണ് വരുന്നത്. അത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 3ൽ സ്റ്റാർട്ട് ചെയ്യുന്ന 3 1 മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. 4ൽ സ്റ്റാർട്ട് ചെയ്യുന്നതോ? 4 1 എന്നെടുത്താൽ 4ൽ നിന്ന് 1 കുറച്ചാൽ 3 ആണ്. അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 4 2 എടുത്താലോ? 4ൽ നിന്ന് 2 കുറച്ചാൽ നമുക്ക് 2 കിട്ടും. ആ ഡിഫറൻസിനെ 2 ആയതുകൊണ്ട് അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 4 2 എടുക്കാം. 4 3 എടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമുക്ക് 4 കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന 4 2 മാത്രം എടുക്കാം. അപ്പോൾ മൊത്തം നമുക്ക് ആ റിലേഷനിൽ ആരൊക്കെ വരുമെന്ന് നോക്കാം. റിലേഷനിൽ ഓർഡേർഡ് പെയർ 1 1 2 2 3 3 4 4. ഈ 4 പേർക്കും ഡിഫറൻസ് 0 ആണ്. അടുത്ത 1ൽ സ്റ്റാർട്ട് ചെയ്യുന്ന 1 3 മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. 1ൽ നിന്ന് 3 കുറച്ചാൽ -2. -2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2ൽ സ്റ്റാർട്ട് ചെയ്യുന്ന 2 4 എടുക്കാം. 2ഉം 4ഉം കൂടെയുള്ള ഡിഫറൻസും -2. അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. പിന്നെ 3ൽ സ്റ്റാർട്ട് ചെയ്യുന്ന 3 1 എടുക്കാം. 4ൽ സ്റ്റാർട്ട് ചെയ്യുന്ന 4 2 എടുക്കാം. ഇത്രയും നമ്പേഴ്സേ റിലേഷനിൽ വരുള്ളൂ. ഇനി നമ്മൾ നോക്കേണ്ടത് നമ്മുടെ റിലേഷൻ ഇക്വലൻസ് റിലേഷൻ ആണെന്ന് കാണിക്കണം. അതിന് റിഫ്ലെക്സീവ് ആണോ എന്ന് നോക്കിയേ. 1 1 ഉണ്ട്, 2 2 ഉണ്ട്, 3 3 ഉണ്ട്, 4 4 ഉണ്ട്. ഈ 4 എലമെൻസും ഉള്ളതുകൊണ്ട് നമ്മുടെ റിലേഷൻ റിഫ്ലെക്സീവ് ആണ്. ഹിയർ 1 1 2 2 3 3 4 4 എലമെൻറ്റ് ക്യാപിറ്റൽ R. therefore R is reflexive. ഈ സിമെട്രിക് ആണോ ചെക്ക് ചെയ്യാൻ ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ഉള്ള ഓർഡേർഡ് പെയർ എടുക്കുക. 1 3 ഉണ്ട്,
തിരിച്ചാറുണ്ടാവണം? 3 1 ഉണ്ടാവണം. 3 1 അവിടെ ഉണ്ട്. അതുകൊണ്ട് 1 3യുടെ കേസിൽ സിമെട്രിക്കാണ്. പിന്നെ ഡിഫറെൻ്റ് എലമെൻ്റ് ഉള്ളത് 2 4 ഉണ്ട്. 2 4 ഉണ്ടെങ്കിൽ ആരുണ്ടാവണം? 4 2 ഉണ്ടാവണം. 4 2 അവിടെയുണ്ട്. ഇനി 3 1 നോക്കി. 3 1 ഉണ്ട്. വേറെ ആരുമുണ്ട്? അതിൻ്റെ തിരിച്ചുള്ളത് 1 3 ഉണ്ട്. 4 2 എടുത്ത് നോക്കിയാൽ 4 2 ഉണ്ട്. അതിൻ്റെ തിരിച്ചുള്ള 2 4 ഉണ്ട്. അതുകൊണ്ട് ആറിനെ നമുക്ക് സിമെട്രിക്കാണെന്ന് പറയാം. ഏത് ഡിഫറെൻ്റ് ആയിട്ടുള്ള എലമെൻ്റുള്ള ഓർഡേർഡ് പെയർ എടുത്താലും അതിനെ തിരിച്ചുള്ള ഓർഡേർഡ് പെയറും അവിടെ തന്നെ ഉണ്ട്. അതുകൊണ്ട് ആർ ഈസ് സിമെട്രിക്. ഇനി ട്രാൻസിറ്റീവ് നോക്കാൻ 1 3 ഉണ്ട്. 3യിൽ സ്റ്റാർട്ട് ചെയ്യുന്ന 3 1 ഉണ്ട്. 1 3യും 3 1ഉം ഉണ്ടെങ്കിൽ ആരുണ്ടാവണം? 1 3യുടെ ഫസ്റ്റ് എലമെൻറ്റ് 1ഉം 3 1ൻ്റെ ലാസ്റ്റ് എലമെൻറ്റ് 1 1 ഉണ്ടാവണം. 1 3യും 3 1ഉം ഉണ്ട്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 1 1 ഉണ്ട്. അടുത്ത ഡിഫറെൻ്റ് ആയിട്ടുള്ളത് 2 4 ഉണ്ട്. 4ൽ സ്റ്റാർട്ട് ചെയ്യുന്ന 4 2 ഉണ്ട്. 2 4ഉം 4 2ഉം ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് എലമെൻറ്റും ലാസ്റ്റ് എലമെൻറ്റും കൂടെ വരുന്ന ഓർഡേർഡ് പെയർ 2 2 ഉണ്ട്. അതുകൊണ്ട് ആ 2 എലമെൻറ്റിൻ്റെ കേസിലും ട്രാൻസിറ്റീവ് ആണെന്ന് പറയാം. ഇനി ഡിഫറെൻ്റ് എലമെൻറ്റ്സ് ഉള്ള 3 1 ഉണ്ട്. 1ൽ സ്റ്റാർട്ട് ചെയ്യുന്ന 1 3 ഉണ്ട്. 3 1ഉം 1 3യും ഉണ്ടെങ്കിൽ ആരുണ്ടാവും? 3 3 ഉണ്ടാവണം. 3 3 അവിടെയുണ്ട്. അതുപോലെ 4 2 ഉണ്ട്. 2ൽ സ്റ്റാർട്ട് ചെയ്യുന്ന 2 4 ഉണ്ട്. 4 2ഉം 2 4ഉം ഉണ്ടെങ്കിൽ ഫസ്റ്റ് എലമെൻറ്റ് ലാസ്റ്റ് എലമെൻറ്റും കൂടെ ഉള്ള 4 4 ഉണ്ടാവണം. 4 4ഉം റിലേഷനിലുണ്ട്. അതുകൊണ്ട് നമുക്ക് പറയാം ആർ ഈസ് ട്രാൻസിറ്റീവ്. എന്താ കാര്യം? നമ്മൾ എ ബി എന്നുള്ള എലമെൻറ്റ്, ബി സി എന്നുള്ള എലമെൻറ്റ്, ആ 2 രീതിയിലുള്ള എലമെൻറ്റ്സും ഉണ്ടെങ്കിൽ എ സി എന്നുള്ള എലമെൻറ്റും അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ട്രാൻസിറ്റീവാണ്. അപ്പം നമ്മുടെ റിലേഷൻ എന്തൊക്കെയാണെന്ന് കിട്ടി? റിഫ്ലെക്സീവാണ്, സിമെട്രിക്കാണ്, ട്രാൻസിറ്റീവാണ്. അതുകൊണ്ട് therefore R is an equivalence relation. ആദ്യം നമുക്ക് കാണിക്കേണ്ടത് ഇക്വലൻസ് റിലേഷൻ ആണെന്ന് കാണിക്കണമായിരുന്നു. അത് നമ്മൾ കാണിച്ചു. ഇനി നമുക്ക് ഇക്വലൻസ് ക്ലാസ് കണ്ടുപിടിക്കണം. അതാണ് അതിൻ്റെ രണ്ടാമത്തെ പാർട്ട് ക്വസ്റ്റ്യനകത്ത് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ റിലേഷൻ ഒന്നും കൂടി എഴുതുന്നു. റിലേഷനിൽ വന്ന ഓർഡേർഡ് പേഴ്സിനെ നോക്കിയിട്ട് നമുക്ക് ഓരോ എലമെൻറ്റിൻ്റെയും ഇക്വലൻസ് ക്ലാസ് എഴുതാം. ഇക്വലൻസ് ക്ലാസ്സസ്. 1 എന്ന് പറയുന്ന എലമെൻറ്റ് ആരോടൊക്കെ റിലേറ്റഡ് ആണ്? 1 ഫസ്റ്റ് എലമെൻ്റായിട്ട് വരുന്ന ഓർഡേർഡ് പേഴ്സ് ആരൊക്കെ ഉണ്ടെന്ന് നോക്കി. ഒരു 1 1 ഉണ്ട്. 1 3 ഉണ്ട്. അപ്പോൾ 1 ആരോടൊക്കെ റിലേറ്റഡ് ആണ്? 1 1നോട് റിലേറ്റഡ് ആണ്. 1 3നോടും റിലേറ്റഡ് ആണ്. അപ്പോൾ 1 റിലേറ്റ് ചെയ്തിരിക്കുന്ന 2 എലമെൻറ്റ്സേ ഉള്ളൂ, 1ഉം 3യും. അടുത്ത 2 എന്നുള്ള എലമെൻ്റ് എടുക്കാം. 2 ആരോടൊക്കെ റിലേറ്റഡ് ആണ്? 2ൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഏതൊക്കെ ഓർഡേർഡ് പേഴ്സ് ഉണ്ട്? 2 2 ഉണ്ട്. അപ്പോൾ 2 2നോട് റിലേറ്റഡ് ആണ്. പിന്നെ 2 4 ഉണ്ട്. അപ്പോൾ 2 4നോടും റിലേറ്റഡ് ആണ്. 2 ആരോടൊക്കെ റിലേറ്റഡ് ആണ്? 2 2നോടും 4നോടും റിലേറ്റഡ് ആണ്. അടുത്ത 3 എന്നുള്ള എലമെൻ്റ് എടുക്കാം. 3 എന്നുള്ള എലമെൻറ്റിൽ 3യിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഏതൊക്കെ ഓർഡേർഡ് പേഴ്സ് ഉണ്ട്? 3 3 ഉണ്ട്. പിന്നെ 3 1 ഉണ്ട്. അപ്പോൾ 3 1നോടും 3നോടും റിലേറ്റഡ് ആണ്. അതുപോലെ 4 എന്നുള്ള എലമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ 4ൽ സ്റ്റാർട്ട് ചെയ്യുന്ന 4 4 ഉണ്ട്. 4 2 ഉണ്ട്. അതായത് 4 2നോടും 4നോടും റിലേറ്റഡ് ആണ്. ഇത് വെച്ചിട്ട് നമുക്ക് ഇക്വലൻസ് ക്ലാസ് എഴുതാം. ഫസ്റ്റ് എലമെൻറ്റ് 1 1നോടും 3നോടും റിലേറ്റഡ് ആണ്. അതുകൊണ്ട് ഇക്വലൻസ് ക്ലാസ് ഓഫ് 1 ഈസ് ഇക്വൽ ടു സെറ്റ് 1 3. ഇക്വലൻസ് ക്ലാസ് ഓഫ് 2 ഈസ് ഇക്വൽ ടു 2 റിലേറ്റഡ് ആയിട്ടുള്ളത് 2നോടും 4നോടുമാണ്. അതുകൊണ്ട് ഇക്വലൻസ് ക്ലാസ് ഓഫ് 2 ഈസ് ഇക്വൽ ടു സെറ്റ് 2 4. ഇക്വലൻസ് ക്ലാസ് ഓഫ് 3 ഈസ് ഇക്വൽ ടു 3 റിലേറ്റഡ് ആയിട്ടുള്ളത് 1നോടും 3നോടുമാണ്. അതുകൊണ്ട് സെറ്റ് 1 3. ഇക്വലൻസ് ക്ലാസ് ഓഫ് 4 ഈസ് ഇക്വൽ ടു സെറ്റ് 2 4. ഇവിടെ നമ്മൾ 4 എലമെൻറ്റ്സിൻ്റെയും ഇക്വലൻസ് ക്ലാസ് എഴുതി. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഇക്വലൻസ് ക്ലാസ് 1ഉം ഇക്വലൻസ് ക്ലാസ് 3യും സെയിം ആണ്. അതുപോലെ ഇക്വലൻസ് ക്ലാസ് 2ഉം ഇക്വലൻസ് ക്ലാസ് 4ഉം സെയിം ആണ്. നമുക്കിവരെ ഓരോ ലെറ്റേഴ്സ് ഉപയോഗിച്ച് ഡിനോട്ട് ചെയ്യാം. ക്യാപിറ്റൽ A1 is equal to set 1 3 ആൻഡ് ക്യാപിറ്റൽ A2 is equal to set 2 4. അപ്പോൾ ഈ 4 എലമെൻറ്റ്സിൻ്റെ ഇക്വലൻസ് ക്ലാസ് എഴുതിയെങ്കിലും നമ്മളവരെ 2 ഇക്വലൻസ് ക്ലാസ്സുകളായിട്ട് മാറ്റി. ഈ 2 സെറ്റുകൾ, സെറ്റ് 1 3 എന്നുള്ള ഇക്വലൻസ് ക്ലാസ്സും സെറ്റ് 2 4 എന്നുള്ള ഇക്വലൻസ് ക്ലാസ്സും, ഇവരെ നോക്കിയാൽ മനസ്സിലാകും ഫസ്റ്റ് സെറ്റിലെ എലമെൻറ്റ്സ് പരസ്പരം റിലേറ്റഡ് ആണ്. 1 3നോടും റിലേറ്റഡ് ആണ്, 3 1നോടും റിലേറ്റഡ് ആണ്. അതുപോലെ സെക്കൻഡ് സെറ്റിലെ എലമെൻറ്റ്സ് ആണ്, അവർ പരസ്പരം റിലേറ്റഡ് ആണ്. 2 4 എന്നുള്ളവർ
2 4നോടും റിലേറ്റഡ് ആണ്, തിരിച്ച് 4 2നോടും റിലേറ്റഡ് ആണ്. അതായത് A1ലെ എലമെൻറ്റ്സ് പരസ്പരം റിലേറ്റഡ് ആണ്, A2ലെ എലമെൻറ്റ്സും പരസ്പരം റിലേറ്റഡ് ആണ്. പക്ഷേ A1ലെ ഒരു എലമെൻറ്റ് പോലും A2ലെ ഒരു എലമെൻറ്റുകളും റിലേറ്റഡ് അല്ല. ഓരോ ഇക്വലൻസ് ക്ലാസ്സിലെ എലമെൻറ്റ്സ് അവർ പരസ്പരം റിലേറ്റഡ് ആണ്, പക്ഷേ ഒരു ഇക്വലൻസ് ക്ലാസ്സിലെ എലമെൻറ്റ് മറ്റൊരു ഇക്വലൻസ് ക്ലാസ്സിലെ എലമെൻറ്റിനോട് റിലേറ്റഡ് അല്ല. ഇനി നമുക്ക് ഇവർ ഒരു പാർട്ടീഷൻ ഉണ്ടാക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. പാർട്ടീഷൻ്റെ കണ്ടീഷൻ എന്തൊക്കെയായിരുന്നു? ഇക്വലൻസ് ക്ലാസ്സുകളുടെ യൂണിയൻ നമ്മുടെ മെയിൻ സെറ്റ് ആയിരിക്കണം. അതാണ് ആദ്യത്തെ കണ്ടീഷൻ. A1ഉം A2ഉം രണ്ട് ഇക്വലൻസ് ക്ലാസ്സുകളാണ്. ഇവരുടെ യൂണിയൻ ഒന്ന് എടുത്ത് നോക്കിയേ. A1 യൂണിയൻ A2 ആര് വരും? സെറ്റ് 1 2 3 4. അതെന്ന് പറയുന്നത് നമ്മുടെ മെയിൻ സെറ്റ് ക്യാപിറ്റൽ A ആയി. അതായത് A1 യൂണിയൻ A2 = ക്യാപിറ്റൽ A. പാർട്ടീഷൻ വരണമെങ്കിൽ രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? നമ്മൾ A1ഉം A2ഉം ഒന്നും കൂടി എഴുതിയതാണ്. രണ്ടാമത്തെ കണ്ടീഷൻ അനുസരിച്ച് ഇവരെ പെയർ വൈസ് ഡിസ്ജോയിൻ്റ് ആയിരിക്കണം. പെയർ വൈസ് രണ്ട് സെറ്റേ ഉള്ളൂ ഇവിടെ. അവരെ രണ്ടുപേരുടെയും കൂടെ ഇൻ്റർസെക്ഷൻ എടുക്കാം. ഇൻ്റർസെക്ഷൻ എടുത്താൽ 5 കിട്ടണം. നൾ സെറ്റ് ആയിരിക്കണം. A1ഉം A1ലും A2ലും കോമൺ എലമെൻറ്റ്സ് ഒന്നുമില്ല. അതുകൊണ്ട് A1ൻ്റെയും A2ൻ്റെയും കൂടെ ഇൻ്റർസെക്ഷൻ എന്തായിരിക്കും? 5 ആയിരിക്കും. A1 ഇൻ്റർസെക്ഷൻ A2 = 5. അപ്പോൾ രണ്ടാമത്തെ കണ്ടീഷനും സാറ്റിസ്ഫൈഡ് ആയി. ഇനി മൂന്നാമത് എന്താണ് പറഞ്ഞിരുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ. ഒരു ഇക്വലൻസ് ക്ലാസ്സിലെ എലമെൻറ്റ്സ്, ഓരോ ഇക്വലൻസ് ക്ലാസ്സിലെയും എലമെൻറ്റ്സ് പരസ്പരം റിലേറ്റഡ് ആയിരിക്കണം. നമ്മുടെ ഇക്വലൻസ് ക്ലാസ്സുകൾ, നമ്മൾ നേരത്തെ എഴുതിയ ഇക്വലൻസ് ക്ലാസ്സുകൾ നോക്കുക. എലമെൻറ്റ്സ് ഓഫ് A1 ആർ റിലേറ്റഡ് ടു ഈച്ച് അതർ. A1 എന്ന ഇക്വലൻസ് ക്ലാസ്സിലെ എലമെൻറ്റ്സ് പരസ്പരം റിലേറ്റഡ് ആണ്. എലമെൻറ്റ്സ് ഓഫ് A2 ആർ റിലേറ്റഡ് ടു ഈച്ച് അതർ. A2ലെ എലമെൻറ്റ്സും പരസ്പരം റിലേറ്റഡ് ആണ്. 1ഉം 3യുമായിട്ട്. A1ൻ്റെ കാര്യം പറയുവാണെങ്കിൽ 1 3നോടും 3 1നോടുമാണ് റിലേറ്റഡ് ആയിട്ടുള്ളത്. A2ൻ്റെ കാര്യം പറയുവാണെങ്കിൽ 2 4നോടും 4 2നോടുമാണ് റിലേറ്റഡ് ആയിട്ടുള്ളത്. അതുകൊണ്ട് ഓരോ ഇക്വലൻസ് ക്ലാസ്സിലെയും എലമെൻറ്റ്സ് പരസ്പരം റിലേറ്റഡ് ആണ്. നാലാമത്തെ കണ്ടീഷൻ, നോ എലമെൻറ്റ് ഓഫ് A1 ഈസ് റിലേറ്റഡ് ടു എനി എലമെൻറ്റ് ഓഫ് A2. ഒരു ഇക്വലൻസ് ക്ലാസ്സിലെ എലമെൻറ്റ് മറ്റൊരു ഇക്വലൻസ് ക്ലാസ്സിലെ എലമെൻറ്റുമായിട്ട് റിലേറ്റഡ് ആകാൻ പാടില്ല. ഇവിടെ നമ്മുടെ 4 കണ്ടീഷൻസും പാർട്ടീഷൻ എന്നുള്ളതിൻ്റെ 4 കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈഡ് ആകുന്നുണ്ട്. ഒന്നാമത്തെ കണ്ടീഷൻ, ഇക്വലൻസ് ക്ലാസ്സുകളുടെ യൂണിയൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ A മെയിൻ സെറ്റ് ആയിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇക്വലൻസ് ക്ലാസ്സുകളുടെ ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത് നൾ സെറ്റ് ആയിരിക്കണം. മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഓരോ ഇക്വലൻസ് ക്ലാസ്സിലും അതിനുള്ളിലുള്ള എലമെൻറ്റ്സ് പരസ്പരം റിലേറ്റഡ് ആയിരിക്കണം. നാലാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഒരു ഇക്വലൻസ് ക്ലാസ്സിലെ എലമെൻറ്റ് മറ്റൊരു ഇക്വലൻസ് ക്ലാസ്സിലെ എലമെൻറ്റിനോട് റിലേറ്റഡ് ആകാൻ പാടില്ല. ഈ 4 കണ്ടീഷനും ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഇക്വലൻസ് ക്ലാസ്സുകൾ എന്തുണ്ടാക്കുന്നുണ്ട്? പാർട്ടീഷൻ ഉണ്ടാക്കുന്നുണ്ട്. Therefore, capital A1 and capital A2 form a partition of capital A.